ബയോളജിയിലെ ലാസ്റ്റ് ചാപ്റ്ററിൽ നിർബന്ധമായിട്ട് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം പരിചയപ്പെട്ടാലോ? ഷുവർ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്ക്, ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ഇത് ഇങ്ങനെ അല്ലെങ്കിലും വേറെ രൂപത്തിലെങ്കിലും എങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ കേട്ടോ, ശ്രദ്ധിച്ചോ, ലിസൺ. ഇതാ ഈ കാണുന്ന ചിത്രം കണ്ടോ? എന്നിട്ട് ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഈ എ കോമ ബി ആരാണ്? എ കോമ ബി എന്ന് പറയുന്ന ആളാരാണ് അല്ലേ? എ കോമ ബി എന്നിവ തിരിച്ചറിയുക. അതാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഐഡന്റിഫൈ ദ പാർട്ട് ഇൻഡിക്കേറ്റഡ് എ ആൻഡ് ബി. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാം. എ എന്ന് പറഞ്ഞാൽ എപ്പിക്കൽ മെരിസ്റ്റം ആണ്. ഏതാണ്? എപ്പിക്കൽ മെരിസ്റ്റം അല്ലേ? ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ലാറ്ററൽ മെരിസ്റ്റം. അല്ലേ? അതായത് എ എന്ന് പറഞ്ഞാൽ അഗ്രമെരിസ്റ്റം. അതേപോലെ ബി എന്ന് പറഞ്ഞാൽ പാർശ്വമെരിസ്റ്റം. ഓക്കെ അല്ലേ? യെസ്, റെഡി. ഇനി എയുടെയും ബിയുടെയും ധർമ്മം എഴുതുക. ചോദിച്ചാൽ മുന്നും പിന്നും നോക്കാതെ പറയാം. എ എന്തിനാ സഹായിക്കുക? അഗ്രമെരിസ്റ്റം, എപ്പിക്കൽ മെരിസ്റ്റം എന്തിനാ സഹായിക്കുക അല്ലേ? അതായത് നീളം കൂടാൻ, അതായത് റൂട്ട്, അതേപോലെ സ്റ്റെം, അതിൻ്റെ നീളം ലെങ്ത് കൂടാൻ വേണ്ടിയാണ് സഹായിക്കുന്നത്. റൂട്ടിൻ്റെയും സ്റ്റെമ്മിൻ്റെയും അഗ്രഭാഗത്താണ് ഇത് ഉണ്ടാകുക, ടിപ്പിലാണ് ഇത് ഉണ്ടാകുക. അതിൻ്റെ നീളം കൂടാൻ വേണ്ടി സഹായിക്കുന്നു അല്ലേ? അതായത് വേര് അതേപോലെ കാണ്ഡം, ഇതിൻ്റെ നീളം കൂടാൻ വേണ്ടി സഹായിക്കുന്ന ആളാണ് ആര്? അഗ്രമെരിസ്റ്റം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിനും ഉത്തരം നമ്മൾ എഴുതി അല്ലേ? പാർശ്വമെരിസ്റ്റം കൂടി ഉണ്ട്. അതെന്താ? സിമ്പിളാണ്. ലാറ്ററൽ മെരിസ്റ്റം എന്താണ്? റൂട്ട് അതേപോലെ സ്റ്റെം, ഇതിൻ്റെ വണ്ണം കൂടാൻ, നീളം കൂടാൻ, വണ്ണം കൂടാൻ എന്ന് പറഞ്ഞാൽ ഗേത്ത് എന്ന് പറഞ്ഞാൽ വണ്ണം. അപ്പോൾ വേര് അതേപോലെ കാണ്ഡം എന്നിവിടെ വണ്ണം കൂടാൻ വേണ്ടി സഹായിക്കുന്നത് ആരാണ്? പാർശ്വമെരിസ്റ്റം ആണ് കേട്ടോ, വണ്ണം കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എ ബി ക്വസ്റ്റ്യൻ ക്ലിയർ ആയി. ഇനി അടുത്തെന്താ? സസ്യങ്ങളുടെ വളർച്ച ത്വരിതഗതിയിലാക്കുന്ന കോശങ്ങൾ ഏതാണ്? അതായത് സസ്യങ്ങൾ ജീവിതകാലം മുഴുവൻ വളരാൻ കഴിവില്ലേ അല്ലേ? അതായത് മനുഷ്യൻ്റെ മാതിരിയല്ല. മനുഷ്യൻ്റെ ഒരു കൗമാരപ്രായത്തിൻ്റെ അവസാന ഘട്ടം വരെ വളരുള്ളൂ. പക്ഷെ ജീവിതകാലം മുഴുവൻ വളരാൻ കഴിവുള്ള ആളാണ് ആര്? നമ്മുടെ സസ്യം അല്ലേ? പ്ലാന്റ്സ്. അപ്പോൾ അതിന് വളരാൻ വേണ്ടി സഹായിക്കുന്ന സെല്ലിൻ്റെ പേരെന്താണ്? കോശത്തിൻ്റെ പേരെന്താണ്? അത് മുന്നും പിന്നും നോക്കാതെ പറയാം. സീൻ്റെ ഉത്തരല്ലേ? സീൻ്റെ ഉത്തരം കേട്ടോ, അതാണ് മെരിസ്റ്റമിക കലകൾ. മെരിസ്റ്റമിക കലകൾ, അതായത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ അതാണ് പറയുക, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. പിന്നെ ഈ കോശങ്ങൾ സസ്യത്തിൻ്റെ ഏത് ഭാഗങ്ങളിലാണ് കാണപ്പെടുക? സിമ്പിളായിട്ട് പറയാം. ഇത് കാണുന്നത് റൂട്ടിൻ്റെ അഗ്രഭാഗത്തും പിന്നെ അതേപോലെ സ്റ്റെമ്മിൻ്റെ രണ്ടാളുടെയും ടിപ്പിലാണ് കേട്ടോ, ടിപ്പ് അഗ്രഭാഗത്താണ് അല്ലേ? അപ്പോൾ സീൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു. എന്താ? സസ്യങ്ങളുടെ വളർച്ച ത്വരിതഗതിയിലാക്കുന്ന കോശങ്ങൾ ഏതാണ്? അതായത് നെയിം ദ സെൽസ് വിച്ച് ഹെൽപ്പ് ഇൻ ദ റാപ്പിഡ് ഡിവിഷൻ ഇൻ ദ സെല്ല് അല്ലേ? സെല്ലിൻ്റെ റാപ്പിഡ് ഡിവിഷൻ നടക്കാൻ സഹായിക്കുന്ന പ്ലാന്റ്സിൻ്റെ വേർഡിലെ സെല്ല് ഏതാണെന്നാണ് ചോദിച്ചത്. അത് മെരിസ്റ്റമാറ്റിക് കലകളാണ്, അതായത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആണ്. അത് എവിടെ ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂട്ടിൻ്റെയും സ്റ്റെമ്മിൻ്റെയും ടിപ്പിലാണ്. ഇംഗ്ലീഷ് മീഡിയം ശ്രദ്ധിച്ചോ അല്ലേ? റൂട്ടിൻ്റെയും സ്റ്റെമ്മിൻ്റെയും ടിപ്പിലാണ്. അതായത് മലയാളം മീഡിയം ശ്രദ്ധിച്ചോ, വേരിൻ്റെയും കാണ്ഡത്തിൻ്റെയും അഗ്രഭാഗത്താണ്. അപ്പോൾ ദാറ്റ്സ് ഓൾ. ഈ ചോദ്യത്തിന് നമ്മൾ 4 മാർക്ക് എന്ത് ചെയ്തു? ഈസി ആയിട്ട് സ്കോർ ചെയ്തു. കാണാം. ബൈ.